എല്ലാവർക്കും നമസ്കാരം. നല്ല ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റുന്ന 2 ഡ്രിങ്ക് റെസിപ്പീസാണ് ഇന്ന് ചെയ്യുന്നത്. പൈനാപ്പിളും തണ്ണിമത്തനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എളുപ്പത്തിൽ തയ്യാറാക്കാം, നല്ല ടേസ്റ്റിയാണ്. ഒരു മീഡിയം സൈസ് ബൗളിൽ പൈനാപ്പിൾ ചെറുതായി മുറിച്ച് എടുത്തു വയ്ക്കാം. ആവശ്യത്തിന് പഞ്ചസാര എടുക്കാം, മധുരത്തിനനുസരിച്ച് എടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി പുതിന ഇല കൂടി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് പൈനാപ്പിളും ആവശ്യത്തിന് പഞ്ചസാരയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ അടിച്ചെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്ത ഈ മിക്സ് അരിപ്പയിലേക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഫ്രഷ് ആയിട്ട് തയ്യാറാക്കി കുടിക്കുന്ന ഒരു ജ്യൂസാണ്. ഒരുപാട് നേരം വെച്ചിരിക്കാൻ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഏകദേശം 2 കപ്പ് പൈനാപ്പിൾ അല്ലെങ്കിൽ ഒരു പകുതി പൈനാപ്പിളൊക്കെ എടുക്കുമ്പോൾ അതിലേക്കൊരു 2-2.5 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റും അതുപോലെ ആ ഒരു പുതിനയിലയുടെ ടേസ്റ്റും ഒക്കെ ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ മധുരം ഈ സമയത്ത് വേണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. നല്ല തണുപ്പിൽ കുടിക്കാനാണ് ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തണുപ്പില്ലാതെയും കുടിക്കാം. തണുപ്പ് വേണം എന്നുള്ളവർ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യാം. പൈനാപ്പിളിന് ചെറിയൊരു പുളിപ്പ് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇതിലേക്ക് ലെമൺ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാതിരുന്നത്. അടുത്തൊരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് വാട്ടർമെലൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ ബത്തക്ക വെച്ചിട്ടാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം, കുറഞ്ഞൊരു ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ആവശ്യത്തിന് തണ്ണിമത്തൻ ചെറുതായി മുറിച്ച് വയ്ക്കാം, ആവശ്യത്തിന് പഞ്ചസാര എടുത്ത് വയ്ക്കാം. ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസിലേക്ക് 1-2 ലീഫ് മിൻറ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് പുതിനയില ഇട്ടാൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ ഇത് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്ത ഈ ഒരു മിക്സ് അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. ഈ ഒരു ഡ്രിങ്കിൽ തണ്ണിമത്തൻ്റെ ടേസ്റ്റാണ് മുന്തി നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് വളരെ കുറച്ച് പുതിനയില ഇട്ടാൽ മതി എന്ന് പറയുന്നത്. എന്നാൽ ഒരു 2-3 പുതിനയില ഇട്ടാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അത് ഇടാതെ പോകരുത്. ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം സെർവ് ചെയ്യാം. ഈ ഒരു ജ്യൂസ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കയ്പൊന്നും വരില്ല. പൈനാപ്പിൾ ജ്യൂസ് പക്ഷേ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്പ് വരാൻ ചാൻസ് ഉണ്ട്. നല്ല ചൂടത്ത് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.